ഖത്തറിന്റെ വ്യോമമേഖല താൽക്കാലികമായി അടച്ചതിനാൽ ഖത്തർ എയർവേസിന്റെ വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തി. കാലാവധി കഴിഞ്ഞതോ ഉടൻ അവസാനിക്കാനായതോ ആയ എല്ലാ വിഭാഗത്തിലുള്ള എൻട്രി വിസകൾ 1 മാസത്തേക്ക് കൂടി നീട്ടിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഖത്തറിൽ നിന്നും റേഡിയോ സോനോയിലെ RJ അപ്പുണ്ണി ചേരുന്നു. അപ്പുണ്ണി, എന്താണ് നമുക്ക് അവർ നൽകുന്ന ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന ഏറ്റവും പുതിയ നിർദ്ദേശങ്ങൾ? രണ്ട് കാര്യങ്ങളാണ് ഹാഷ്മി ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഖത്തർ എയർവേസ് പുറത്തിറക്കിയിരിക്കുന്ന ഒരു അറിയിപ്പ് ഇങ്ങനെയാണ്. ഖത്തറിന്റെ വ്യോമ മേഖല താൽക്കാലികമായിട്ട് അടച്ചിട്ടിരിക്കുന്നതിനാൽ ഖത്തർ എയർവേസിന്റെ വിമാന സർവീസുകൾ താൽക്കാലികമായി വീണ്ടും നിർത്തിവെച്ചിരിക്കുകയാണ്. ഖത്തർ സിവിൽ ഏവിയേഷൻ അതോറിറ്റി വ്യോമ മേഖല സുരക്ഷിതമായി തുറക്കുന്നതിന് പ്രഖ്യാപിച്ചാൽ ഉടൻ ഖത്തർ എയർവേസുകൾ സർവീസുകൾ പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. അതുമാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ നാളെ, അതായത് മാർച്ച് 4-ാം തീയതി ദോഹ സമയം രാവിലെ 9 മണിയോട് കൂടിയിട്ടായിരിക്കും പിന്നീടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുക. അതോടൊപ്പം തന്നെ യാത്രക്കാർ എപ്പോഴും ഖത്തർ എയർവേസിന്റെ qatarAirways.com എന്ന വെബ്സൈറ്റ് വഴി കാര്യങ്ങൾ പരിശോധിക്കണമെന്നും ഖത്തർ എയർവേസ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന അപ്ഡേറ്റ് ഖത്തറിൽ നിന്നും നൽകാനുള്ളത്, അതായത് കാലാവധി കഴിഞ്ഞതായ അല്ലെങ്കിൽ ഉടൻ അവസാനിക്കുന്നതായിട്ടുള്ള എല്ലാ വിഭാഗത്തിലുള്ള എൻട്രി വിസകളും, നമുക്കറിയാവുന്നതുപോലെ തന്നെ ഖത്തറിൽ വിസിറ്റ് വിസ, അതല്ലെങ്കിൽ ഹയ വിസ, ഇത് 2026 ഫെബ്രുവരി 28 ശനിയാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരുന്ന 1 മാസത്തേക്ക് കൂടി ഇതിന്റെ വിസ കാലാവധി നീട്ടുന്നു എന്നുള്ളതാണ്. അത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, സാഹചര്യങ്ങൾക്കനുസരിച്ച് ഈ തീയതി ഇനിയും നീട്ടി നൽകിയേക്കാം എന്നുകൂടി അറിയാൻ സാധിക്കുന്നു. ഓക്കെ, താങ്ക് യു. RJ അപ്പുണ്ണിയാണ് ഖത്തറിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ മാസം ഖത്തറിൽ പോയായിരുന്നു. അവിടെ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിൻ്റെ ഒരു സ്കൂൾ ഡേയിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടി പോയായിരുന്നു. അപ്പോൾ അന്ന് റേഡിയോസിനെ പോവുകയും RJ അപ്പുണ്ണിയെ കാണുകയും അപ്പുണ്ണിക്ക് ഇൻ്റർവ്യൂ ഇരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പുണ്ണിയൊക്കെ അവിടെ വലിയ ആരാധകരുള്ള RJ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ അത് പറയേണ്ട സമയമല്ല, യുദ്ധത്തിൻ്റെ സമയം കൂടിയാണ്. ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കടുത്ത ആക്രമണങ്ങൾ തുടരുന്നു. അവിടെ IRGSൻ്റെ ഏതോ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ഇസ്രായേൽ വലിയ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള മാസീവ് അറ്റാക്ക് നടത്തി എന്ന് പറയുന്നു. അതിന് കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നു. അതേസമയം തന്നെ ബഹ്റൈനിലെ അമേരിക്കയുടെ വ്യോമത്താവളം, ഇസ്രായേലിലെ പല ഭാഗങ്ങളിൽ ഇപ്പോഴും ഇറാന്റെ മിസൈലുകൾ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അയവിൻ്റെ ഒരു സൂചന പോലും ഇല്ലാതെ യുദ്ധം കടുക്കുകയാണ്. ആകെയുള്ള സമാധാനം ഈ ഗൾഫ് മേഖലയിൽ, ഖത്തർ അടക്കം ബഹ്റൈൻ അടക്കം കുവൈറ്റ് അടക്കമുള്ള ഗൾഫ് മേഖലകളിൽ കഴിഞ്ഞ 1-2 ദിവസം 3 ദിവസം ഉണ്ടായതുപോലെയുള്ള വലിയ സ്ഫോടന ശബ്ദങ്ങൾ കേൾക്കാനില്ല എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.